ഡിയേഴ്സ്, അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ അത്ര വലിയ സംഭവമൊന്നുമല്ല, പക്ഷേ ഹൈ പ്രോട്ടീൻ സോയാ മിൽക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ ഒരുപാടുള്ളത് കാരണം ഈസ്ട്രജൻ്റെയൊക്കെ അളവ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ലതാണ്, നമ്മുടെ സോയാബീൻ നല്ലതാണെന്ന് ഡോക്ടർ പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞ ഒരാൾ എനിക്ക് പറഞ്ഞു തന്നതാണ് കേട്ടോ. അപ്പോൾ സോയാബീൻ ഏതായാലും മറ്റൊരു രീതിയിൽ കഴിക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അതിങ്ങനെ പാൽ എടുത്തിട്ട് സോയാബീൻ്റെ പാൽ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു 100 ഗ്രാമോളം സോയാബീൻ എടുത്തിട്ട് ഏകദേശം ഒരു 5-6 മണിക്കൂർ കുതിർത്ത് അതിലൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്തിട്ടാണ് ഇപ്പോൾ പിഴിഞ്ഞെടുക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ പിന്നീട് ഒരു ഗ്ലാസും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് 2 ഗ്ലാസ്, 100 ഗ്രാമിന് 2 ഗ്ലാസ് വെള്ളത്തിലാണ് അത് അരിച്ചെടുത്തത് കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഒറ്റ തള മാത്രം ഇങ്ങനെ വന്നാൽ മതി. തിളക്കുന്ന സമയത്ത് മേലെ നന്നായിട്ട് പതയൊക്കെ പൊങ്ങി വരും കേട്ടോ. അപ്പോൾ അതൊക്കെ കോരി കളയണമെങ്കിൽ കളയാം. അപ്പോൾ ഞാനിത് വെറുതെ കുടിക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് തന്നെ അത്ര വലിയ ടേസ്റ്റ് ഒന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ 2 ഡ്രോപ്പ് വാനില എസൻസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമുക്കിത് കുപ്പിയിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരാഴ്ച വരെ സൂക്ഷിക്കാം കേട്ടോ.